ഇതുവരെ നാം പഠിച്ച ടൂളുകളും കമാൻഡുകളും ഉപയോഗിച്ച് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 2 ഇമേജുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റിൽ ഒരു ടെക്സ്റ്റ് ബ്ലോക്കും കാണാം. ഇതിൽ റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിൽ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യാം. ഇനി ഈ ഷേപ്പിന്റെ ഫിൽ കളർ റിമൂവ് ചെയ്യുന്നതിനായി കളർ ബോക്സിലെ ഫിൽ കളർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഷേപ്പിന്റെ ഫിൽ കളർ റിമൂവ് ചെയ്തതായി കാണാം. ഇനി ഈ ഷേപ്പിന് സ്ട്രോക്ക് നൽകുന്നതിനായി എലമെന്റ് മെനുവിലെ സ്ട്രോക്ക് എന്ന സബ് മെനുവിൽ കസ്റ്റം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ വന്ന കസ്റ്റം സ്ട്രോക്ക് എന്ന ബോക്സിൽ നിന്നും ഇഷ്ടമുള്ള ഒരു സ്ട്രോക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്ട്രോക്ക് വിഡ്ത് 4 എന്ന് നൽകിയതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം കളർ ബോക്സിൽ നിന്നും സ്ട്രോക്ക് കളർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ കളർ ഈ സ്ട്രോക്കിന് ലഭിച്ചതായി കാണാം. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ച് ഇമേജിനെ ഈ ഡോക്യുമെന്റിന്റെ റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്യുന്നു. കളർ ബോക്സിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ടിന്റ് 35 ആയി നൽകുന്നു. അതിനുശേഷം എലമെന്റ് മെനുവിൽ നിന്നും സെന്റ് ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ ഷേപ്പിനെ ഈ 2 ഇമേജിന്റെയും ബാക്കിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇമേജ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ആ ഇമേജ് റൊട്ടേറ്റ് ചെയ്തതായി കാണാം. ഇനി ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ മൂവ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം അത് മൂവ് ചെയ്യുന്നു. ഇനി സൂം ടൂൾ ഉപയോഗിച്ച് ഈ ഭാഗം വലുതാക്കുന്നു. വളരെ വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു കളർ സെലക്ട് ചെയ്യുന്നു. അതിന്റെ ടിന്റ് 35 എന്ന് നൽകുക. അതിനുശേഷം കളർ ബോക്സ് മിനിമൈസ് ചെയ്തു വയ്ക്കുന്നു. അതിനുശേഷം ഇമേജിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനനുസരിച്ച് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതേ രീതിയിൽ ഈ ഷേപ്പ് ഡ്രോ ചെയ്യുക. ഇങ്ങനെ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഫിൽ കളർ റിമൂവ് ചെയ്യുക. ഈ ഡോക്യുമെന്റിനെ സൂം ഔട്ട് ചെയ്യാം. ഇനി ഈ ഇമേജിനെ മൂവ് ചെയ്യാം. അതിനുശേഷം നാം നേരത്തെ ചെയ്ത ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിന്റെ ഫിൽ കളർ മാറ്റിയിരിക്കുന്നു. അതിനുശേഷം എലമെന്റ് മെനുവിലെ ചേഞ്ച് ടു ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഫ്രെയിം ആക്കി മാറ്റുന്നു. അതിനുശേഷം ഇമേജും ഷേപ്പും ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. അതായത് രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എലമെന്റ് മെനുവിലെ അറ്റാച്ച് കണ്ടന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജും ഷേപ്പും അറ്റാച്ച് ആയതായി കാണാം. ഇനി ഷേപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ കളർ മാറ്റി